പ്രിയപ്പെട്ട മലയാളികളെ നമസ്കാരം. ഞാൻ നമ്മുടെ പണിമുടക്ക് കഴിഞ്ഞ ഒരു ദിവസമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ ആലോചിക്കണം, ഈ പണിമുടക്ക് കൊണ്ട് എന്ത് നേട്ടം നമ്മുടെ നാടിനുണ്ടായി എന്ന്. മറിച്ച് ഈ ഭരണകർത്താക്കൾ വിചാരിച്ചാൽ നമുക്ക് സുഖമായി സുന്ദരമായി ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കാൻ കഴിയുമെന്നത് നിസ്തർക്കമാണ്. ഞാനതുകൊണ്ടാണ് എൻ്റെ ഒരു സർക്കാർ അധികാരത്തിൽ വന്നാൽ എല്ലാവർക്കും മിനിമം, എല്ലാ തൊഴിലാളികൾക്കും മിനിമം 1 ലക്ഷം രൂപ അവരുടെ അക്കൗണ്ടിലേക്ക് വരുത്തക്ക രീതിയിലുള്ള പുതിയ നിയമ സംവിധാനം കൊണ്ടുവരുമെന്ന് പറയുന്നു. ഇതിന് ഞാനൊരു കണക്കുകൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. നമ്മുടെ റിസർവ് ബാങ്കിൻ്റെ ആകെ ആസ്തി ഏതാണ്ട് 88 ലക്ഷം കോടി രൂപയാണ്. നമ്മുടെ ജനസംഖ്യ ഒരു 147 കോടി ആളുകൾ വരും. അപ്പോൾ പ്രതി ഒരാൾക്ക്, ഓരോ വ്യക്തിക്കും ഏതാണ്ട് 60,000 രൂപ ഈ റിസർവ് ബാങ്കിൻ്റെ ആസ്തിയിൽ അവകാശമുണ്ട്. ഇത് പ്രതിമാസ ഒരു വരുമാനമായി നമുക്ക് ഓരോരുത്തർക്കും കിട്ടേണ്ട കാര്യമാണ്. ക്യാഷ് എന്ന് പറയുന്നത് എവിടെയെങ്കിലും കൂട്ടിവെക്കേണ്ടതല്ലല്ലോ, ഇത് റൊട്ടേറ്റ് ചെയ്ത് പോകേണ്ടതാണ്. അപ്പോൾ ഞാൻ ഈ 1 ലക്ഷം രൂപ ഓരോരുത്തർക്കും, ഓരോ തൊഴിൽ ചെയ്യുന്നവർക്കും വരുമാനം നൽകുമെന്ന് പറയുന്നത് വെറുതെയല്ല. അതിനുള്ള ആസ്തി നമ്മുടെ രാജ്യത്തിനുണ്ട്. പക്ഷേ ഇവിടെയുള്ള സാധാരണക്കാരായ ജനങ്ങൾക്കത് കിട്ടുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഒരു പുതിയ സർക്കാർ വേണമെന്ന് ആവശ്യപ്പെടുന്നത്. അതിന് നിങ്ങളാണ് തീരുമാനമെടുക്കേണ്ടത്. അപ്പം ചിലർ ചോദിക്കും, റിസർവ് ബാങ്കിൽ പൈസ എടുത്ത് നമ്മളെങ്ങനെ ചിലവാക്കും? ഞാനത് ഉദ്ദേശിച്ചില്ല. റിസർവ് ബാങ്കിൽ നിന്ന് നമുക്ക് പൈസ കിട്ടാൻ വഴിയൊന്നുമില്ല. പക്ഷേ നമുക്ക് ഇവിടെ പുതിയ സ്കീമുകൾ ആവിഷ്കരിക്കാനുള്ള സാധ്യതകളുണ്ട്. വെൽഫെയർ സ്കീമുകൾ, ഇത് നമ്മുടെ ഭരണഘടന നമുക്ക് അനുവദിച്ചു തന്നിരിക്കുന്ന സംഭവം തന്നെയാണ്. അപ്പോൾ പുതിയൊരു കാര്യമൊന്നുമല്ല. ഇത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നിങ്ങളോട് കണക്കിലൂടെ ബോധിപ്പിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ എല്ലാവർക്കും 1 ലക്ഷം രൂപയെന്ന് പറയുമ്പോൾ തൊഴിലാളികളായിട്ടുള്ളവർക്കാണ് കൊടുക്കുന്നത്. അതായത് ഇപ്പോൾ താഴെ വരുമാനം കുറഞ്ഞ സാധാരണക്കാരായ കൂലിപ്പണിക്കാർക്കും, ദിവസ വരുമാനക്കാർക്കും, മാസ വരുമാനക്കാർക്കും, അതുപോലെ വരുമാനം കുറഞ്ഞ സർക്കാർ ജീവനക്കാർ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും ഈ 1 ലക്ഷം രൂപയുടെ വരുമാനം നമ്മൾ കേരളത്തിൽ ലഭ്യമാക്കും. പിന്നെ ഈ 30,000 രൂപ പെൻഷൻ എന്ന് പറഞ്ഞാൽ ക്ഷേമ പെൻഷനാണ്. ഇപ്പോൾ ഈ 2,000 രൂപ സർക്കാർ കൊടുക്കുന്ന ആ ക്ഷേമ പെൻഷനാണ് നമ്മൾ 30,000 രൂപയ്ക്ക് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഓരോ കുട്ടികൾക്കും നമ്മൾ 30,000 രൂപയുടെ സ്കോളർഷിപ്പ് നമ്മൾ കൊടുക്കാനായിട്ടുള്ള പരിപാടിയുണ്ട്. അതുപോലെ എല്ലാവർക്കും ചികിത്സാ സൗകര്യങ്ങൾ ചെയ്യാനുള്ള സംവിധാനമുണ്ട്. അത് ഏത് പ്രൈവറ്റ് ഹോസ്പിറ്റലാണെങ്കിലും ഗവൺമെൻറ് ഹോസ്പിറ്റലാണെങ്കിലും കേരളത്തിലുള്ള എല്ലാ ഹോസ്പിറ്റലും. അതുപോലെ ഇൻകം ടാക്സ് അടയ്ക്കുന്ന ആളുകൾക്ക് അത് ഒഴിവാക്കാനുള്ള സംവിധാനവും കേരള സർക്കാർ, എൻ്റെ നേതൃത്വത്തിലുള്ള കേരള സർക്കാർ കൊണ്ടുവരുന്നതാണ്. ആളുകൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അതിലേക്ക് ചേരാം. ഇങ്ങനെയുള്ള നവീനമായ പദ്ധതികൾ ജനങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കുന്ന തരത്തിലുള്ള പദ്ധതികളാണ് നമ്മൾ ആവിഷ്കരിക്കുന്നത്. അപ്പോൾ ഇതിനോട് നിങ്ങൾ സർവാത്മനെ സഹകരിക്കുകയാണെങ്കിൽ ഇത് നടപ്പിലാക്കാൻ പറ്റുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്. ഞാൻ മത്സരിക്കുന്നത് ചേർത്തലയിൽ നിന്നാണ്. ഞാൻ നിങ്ങളുടെ സ്വന്തം അഡ്വക്കേറ്റ് സോണിമോൻ കെ മാത്യു. താങ്ക് യു.